തങ്ങളുടെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നലെ കൊച്ചിയിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന കളിയിലാണ് മഞ്ഞപ്പടയുടെ ജയം ഉണ്ടായത്. പിന്നിലായ കളിയിൽ തിരിച്ചടിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 മത്സരം സ്വന്തമാക്കിയത്. നോഹ സദൌയും കൊമെ പെപ്രയും മഞ്ഞപ്പടയ്ക്കായി ഗോളുകൾ നേടിയപ്പോൾ PV വിഷ്ണു ആയിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ ഗോൾ സ്കോറർ. ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് കയറാനും കേരള ബ്ലാസ്റ്റേഴ്സിനായി. അടുത്തയാഴ്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അവരുടെ തട്ടകത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3ാം മത്സരം. ISL സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയതിന്റെ ആവേശത്തിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് പിന്നാലെ പുറത്തുവന്നത്. സൂപ്പർ താരവും ടീമിന്റെ നായകനുമായ അഡ്രിയാൻ ലൂണയെക്കുറിച്ച് പരിശീലകൻ മിഖായേൽ സ്റ്റാറെ നൽകിയ അപ്ഡേറ്റാണ് ആരാധകർക്ക് ആശങ്ക സമ്മാനിച്ചത്. അടുത്തയാഴ്ചത്തെ മത്സരത്തിൽ ലൂണ കളിക്കുന്ന കാര്യം ഉറപ്പു പറയാൻ സാധിക്കില്ലെന്നായിരുന്നു സ്റ്റാറെ വ്യക്തമാക്കിയത്. അഡ്രിയാൻ ലൂണ ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കുറി ISLലെ ആദ്യ 2 മത്സരങ്ങളും കളിച്ചത്. അസുഖബാധിതനായതിനാൽ പഞ്ചാബ് FCക്കെതിരായ ആദ്യ കളി നഷ്ടമായ ലൂണ രണ്ടാമത്തെ കളി ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന് കരുതിയെങ്കിലും പൂർണ്ണമായും സുഖം പ്രാപിക്കാത്തതിനാൽ ഈസ്റ്റ് ബംഗാളിനെതിരായ കളിയും നഷ്ടമാവുകയായിരുന്നു. പരിശീലകൻ മിഖായേൽ സ്റ്റാറെ നൽകുന്ന സൂചനകൾ വെച്ച് നോക്കിയാൽ ലൂണ അടുത്ത മത്സരം കളിക്കുന്ന കാര്യം സംശയമാണ്. അഡ്രിയാൻ ലൂണയുടെ അടുത്ത മത്സരത്തിലെ ലഭ്യതയെക്കുറിച്ച് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനാവില്ലെന്നും എന്നാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും പക്ഷേ അദ്ദേഹം അടുത്തയാഴ്ച കളിക്കുമെന്ന് എനിക്ക് ഉറപ്പു നൽകാൻ സാധിക്കില്ല എന്നും ലൂണയെക്കുറിച്ച് സ്റ്റാറെ പറഞ്ഞു. അഡ്രിയാൻ ലൂണയെ തങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്നും മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറഞ്ഞിരുന്നു. ഷൂട്ട് ചെയ്യാനും സ്കോർ ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും മികവുള്ള താരമാണ് ലൂണയെന്ന് ഓർമ്മിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ മികച്ച രീതിയിൽ കളിച്ചുവെന്നും മത്സരശേഷം ടീമിന്റെ മുഖ്യ പരിശീലകനായ മിഖായേൽ സ്റ്റാറെ വിലയിരുത്തി. കഴിഞ്ഞ മത്സരത്തെക്കാൾ നന്നായി ടീം പന്ത് നിലനിർത്തി കളിച്ചുവെന്ന് പറഞ്ഞ സ്റ്റാറെ ഭാവിയിൽ ഇതിലും നന്നായി കളിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നതായും ചൂണ്ടിക്കാട്ടി. 90 മിനിറ്റുകളിൽ ഞങ്ങളായിരുന്നു കരുത്തർ. വളരെ മികച്ച എതിരാളികൾക്ക് എതിരെയാണ് ഞങ്ങൾ കളിച്ചത്. ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരമായിരുന്നു. എന്നാൽ അവസാനം 30 മിനിറ്റിൽ ഞങ്ങൾ കൂടുതൽ മികച്ചു നിന്നു. ഇതെല്ലാം വിജയത്തിന് കാരണമായി. ഞങ്ങൾ ഇന്നിവിടെ വിജയിക്കാൻ കാരണം ഞങ്ങൾക്ക് ഒരു മികച്ച സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഉള്ളതുകൊണ്ട് മാത്രമാണെന്നും മറിച്ച് വളരെ മികച്ചൊരു ഫിനിഷിംഗ് ലൈനപ്പും കൂടി ഉള്ളതിനാലാണെന്നും മിഖായേൽ സ്റ്റാറെ പറഞ്ഞു. അതേസമയം ഈസ്റ്റ് ബംഗാളിനെതിരായ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിക്കുന്ന ആവേശവും ആത്മവിശ്വാസവും ചെറുതൊന്നുമല്ല. മികച്ച കളിയായിരുന്നു കൊൽക്കത്തൻ ക്ലബിനെതിരെ മഞ്ഞപ്പട കെട്ടഴിച്ചത്. തുടർച്ചയായ 2ാം കളിയിലും തിളങ്ങിയ മൊറോൻ താരം നോഹ സദൌയാണ് ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച്. എന്നാൽ ഈസ്റ്റ് ബംഗാളിനോട് ഇഷ്ടമുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയമാണ് കൂടുതൽ സന്തോഷിപ്പിക്കുന്നതെന്ന് IM വിജയൻ വ്യക്തമാക്കി. വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ഇനിയും മികവിലേക്ക് ഉയരണമെന്നും വിജയൻ പറഞ്ഞു.